അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ തോബ് ദേശത്തേക്ക് പോയത് ആരല്ല, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ജെഫ്ത ആരെ അയച്ചാണ് അമ്മോന്യ രാജാവിനോട് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധമെന്ന് ചോദിച്ചത്? ദൂതന്മാരെ. ഏതെല്ലാം രാജാക്കന്മാരാണ് ഇസ്രായേലിനെ ദേശത്തിലൂടെ കടന്നു പോകാൻ സമ്മതിക്കാതിരുന്നത്? ഏദോം, മൊവാബ് രാജാക്കന്മാർ. മൊവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ എന്ന് ജെഫ്ത ചോദിച്ചത് ആരോടാണ്? അമ്മോന്യ രാജാവിനോട്. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ആരുടെ വാക്കുകൾ? ജെഫ്തായുടെ. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാളേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണമെന്നാണ് ജെഫ്തായോട് പുത്രി പറഞ്ഞത്. 2 മാസത്തേക്ക്.